ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ധ്യാനിക്കുന്നതിന് മുൻപുള്ള ഒരുക്കത്തിന്റെ നാളുകളാണ് നോമ്പിന്റെ ഈ നാളുകൾ. നോമ്പുകാലം വേദപുസ്തക പഠനത്തിനും പ്രാർത്ഥനയ്ക്കും മുൻഗണന നാം നൽകേണ്ടതാണ്. എന്നാൽ എന്താണ് ഈ നോമ്പ്? നോമ്പ് എന്ന വാക്കിന്റെ അർത്ഥം നോയ്, അമ്പ് എന്നതിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. നോയ് എന്നാൽ വേദന എന്നും സഹനം എന്നും ആണ്. അമ്പ് എന്നാൽ സ്നേഹം എന്നാണ്. ഇതിൽ അർത്ഥമാക്കുന്നത് സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പര്യായമായി മാറണം നമ്മുടെ ഈ നോമ്പ് എന്നാണ്. നോമ്പ് ആത്മീയ പുതുക്കലിന്റെയും ആത്മപരിശോധനയുടെയും കാലമാണ്. നോമ്പ് ശുദ്ധീകരണത്തിന്റെ ഒരു ആഘോഷമാണ്. വിശുദ്ധിയുടെ ചവിട്ടുപടി കയറുവാൻ മനസ്സിന്റെ ശുദ്ധത അനിവാര്യമാണ്. ബാഹ്യവും ആന്തരികവുമായ ശാരീരിക സുഖങ്ങളെ നിയന്ത്രിക്കുന്നത് നോമ്പിന്റെ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. വിശപ്പുള്ളവന്റെ വേദന വിശപ്പില്ലാത്തവന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ചിന്തകളിലൂടെ ആ അവസ്ഥ ഉള്ളറിയുമ്പോൾ മാത്രമല്ല, മറിച്ച് യഥാർത്ഥ അനുഭവം കൂടി വേണം. ഇതിന് നമ്മുടെ അടിയന്ത്രിതമായ സുഖങ്ങളെ മാറ്റിവെച്ച് സൃഷ്ടിതാവിനെ ധ്യാനിക്കണം. ദൈവസ്നേഹത്തിന്റെ മർമ്മങ്ങളെ അന്വേഷിച്ചറിയുവാനും ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനും കഴിയുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം ധ്യാനിക്കുമ്പോൾ പല രീതിയിലുള്ള ഉപവാസം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാം. 1 ശമൂവേൽ 3:1 മുതൽ 13 വരെ വായിക്കുമ്പോൾ ശൗലിന്റെ മരണശേഷം സഹപ്രവർത്തകർ 7 ദിവസം ഉപവസിച്ചതായി കാണാം. 2 ശമൂവേൽ 1:12 ദാവീദും അനുയായികളും സന്ധ്യ വരെയും ഉപവസിച്ചു. 1 രാജാക്കന്മാർ 21:27 ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുമെന്ന അറിവ് ലഭിച്ചപ്പോൾ ആഹാബ് ചാക്കുവസ്ത്രം ധരിച്ച് ഉപവസിച്ചു. എസ്തേർ 4:16 യഹൂദ ജനത്തിന് ജീവനാശം സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് എസ്തേർ 3 ദിവസത്തെ ഉപവാസത്തിന് ആഹ്വാനം നൽകി. ദൈവ സാന്നിധ്യ നിറവിൽ മോശയും ഏലിയാവും 40 ദിവസം ഉപവസിച്ചു. പുതിയ നിയമത്തിൽ നാം കാണുന്നു, കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചു. ഇങ്ങനെ നോമ്പ് വളരെ പ്രധാനമുള്ളതായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ നോമ്പും ഉപവാസവും അർത്ഥമില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമായി രൂപപ്പെട്ടു എന്നത് തള്ളിക്കളയാനാവാത്ത വസ്തുതയാണ്. നോമ്പിന്റെ ആചരണവും അനുഷ്ഠാനങ്ങളും വിശാലമായ ജീവിത ദർശനങ്ങളിലേക്കും പ്രപഞ്ച വീക്ഷണത്തിലേക്കും നയിക്കുന്നതാകണം. എന്നാൽ എന്താണ് യഥാർത്ഥമായ നോമ്പാചരണം? നോമ്പിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെയാണ് പലരും അതിന്ന് അനുഷ്ഠിക്കുന്നത്. വെറും ഭക്ഷണ പദാർത്ഥങ്ങളുടെ വർജനം മാത്രമാണോ അത്? ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ത്യജിക്കേണ്ടതിനെ ത്യജിക്കുവാനും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും ഈ നോമ്പ് ദിനങ്ങൾ കൊണ്ട് ഇടയാകണം. അകന്നുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും വേദനയിലിരിക്കുന്നവർക്ക് കൈത്താങ്ങായി കൂടെ നിൽക്കുവാനും സാധിക്കണം. നിരന്തരം പ്രാർത്ഥനയുടെയും വചന പഠനത്തിന്റെയും നിലവിളിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദങ്ങൾ നാവിൽ നിന്ന് ഉയരണം. ദൈവസ്നേഹത്തിന്റെ മർമ്മങ്ങളെ അന്വേഷിച്ചറിയുവാനും ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനും കഴിയുമ്പോഴാണ് നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. അതിന് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.